നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ അതുപോലെ തന്നെ ബിവറേജ് LDC പരീക്ഷകളൊക്കെ എത്തിക്കഴിഞ്ഞു. പ്രിലിംസ് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 50 ഡേയ്സ് ചലഞ്ച് ക്ലാസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ PSC നടത്തിയ പ്രധാനപ്പെട്ട പ്രിലിമിനറി പരീക്ഷകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താണ് നമ്മളുടെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്ലാസ് ആണിത്. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും നമ്മുടെ ഈ 50 ഡേയ്സ് ചലഞ്ചിൽ ജോയിൻ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതുതായി വന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും ദയവ് ചെയ്ത് സുഹൃത്തുക്കളും ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PSC ടുഡേ ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര്. PSC ടുഡേ ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. മഹാരാഷ്ട്രയിലെ ഹോറ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കൾ എന്ന് ഓർത്തു നോക്കിയേ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 146 നദികളാണ് കേട്ടോ. ഏകദേശം 2000-ൽ പുറത്ത് പാലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ മഹാരാഷ്ട്രയിലെ ഹോറ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 146 നദികളും ഏകദേശം 2000-ഓളം പാലങ്ങളും ഉണ്ട് എന്നാണ് കണക്ക് കേട്ടോ. റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 4-ാം സ്ഥാനം. റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 4-ാം സ്ഥാനം. അങ്ങനെയെങ്കിൽ പഴയതുപോലെ 1-ാം സ്ഥാനം ആരാ? ഓർത്തു നോക്കിയ ലോകരാജ്യങ്ങൾക്കിടയിൽ 1-ാം സ്ഥാനം ആരാണ്? മറക്കരുത്, അത് USA ആണ്. 1-ാം സ്ഥാനം USA. 2-ാം സ്ഥാനം ആരാണ്? ചൈനയാണ്. 2-ാം സ്ഥാനം ചൈന. 3-ാം സ്ഥാനം ആരാണ്? റഷ്യയാണ്. 3-ാം സ്ഥാനം ആരാണ്? റഷ്യയാണ്. 4-ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. മറക്കരുത്, നമ്മുടെ ലോകരാജ്യങ്ങൾക്കിടയിൽ റെയിൽവേ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം 4-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം USA, 2-ാം സ്ഥാനം ചൈന, 3-ാം സ്ഥാനം റഷ്യ. റെയിൽവേ ശൃംഖലയിൽ ഏഷ്യയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ആരാണ്? ഇന്ത്യയാണ്. അങ്ങനെയെങ്കിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ആ 4 ഓപ്ഷൻ നോക്കിയിട്ട് പറഞ്ഞേ, വേറെ ആരുമല്ല, ചൈനയാണ്. ഓക്കെ ആണ്. റെയിൽവേ ശൃംഖലയിൽ ഏഷ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന, 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമമായിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ പെൻസുലാർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? ദ ഗ്രേറ്റ് ഇന്ത്യൻ പെൻസുലാർ റെയിൽവേ എന്നായിരുന്നു. ഇന്ത്യൻ റെയിൽവേ ഗതാഗതത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഇന്ത്യൻ റെയിൽവേ ഗതാഗതത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ്, ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാൽ ബറോഡ ഹൗസ്, ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം ഫോലു എന്ന ആനക്കുട്ടി. മറക്കരുത്, ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം എന്താണ്? ഫോലു എന്ന ആനക്കുട്ടിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്താണ്? രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നാണ്. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കപ്പെട്ട വർഷം 1890. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കപ്പെട്ട വർഷം 1890. ഇന്ത്യൻ റെയിൽവേ ബോർഡ് സ്ഥാപിതമായ വർഷം 1905. ഇന്ത്യൻ റെയിൽവേ ബോർഡ് സ്ഥാപിതമായ വർഷം 1905. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1951. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1951. മറക്കരുത്, ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കപ്പെട്ട വർഷം 1890. ഇന്ത്യൻ റെയിൽവേ ബോർഡ് സ്ഥാപിതമായ വർഷം 1905. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1951. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ഇന്ത്യൻ റെയിൽവേയും ചരിത്രവും. ഇന്ത്യൻ റെയിൽവേയും ചരിത്രവും. ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853 ഏപ്രിൽ 16-നാണ്. സത്യത്തിൽ അന്നല്ല കേട്ടോ സുഹൃത്തുക്കളെ. ഒന്ന് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു ഡേറ്റ് കിട്ടും. 1837 അന്ന് ഇന്ത്യയിൽ ഒരു റെയിൽവേ ഉണ്ടായിരുന്നു. അതിന്റെ പേരായിരുന്നു ഹിൽ റെയിൽ എന്ന്. ഈ ഹിൽ റെയിൽ എവിടെയാണ് ആരംഭിച്ചതെന്ന് വെച്ചാൽ അന്നത്തെ മദ്രാസ് ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് മനുഷ്യരെ കൊണ്ടുപോകുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ അല്ലായിരുന്നു. ഇവൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഗ്രാനൈറ്റ് ആയിരുന്നു കേട്ടോ. അതായത്
നമ്മുടെ തമിഴ്നാടിന്റെ ഭാഗത്തുള്ള ഗ്രാനൈറ്റ് ഖനികളിൽ നിന്നും ഗ്രാനൈറ്റ് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു റെയിൽവേ ആയിരുന്നു ഹിൽ റെയിൽവേ എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് മദ്രാസിലായിരുന്നു. 1837 ഇത് നിർമ്മിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം, അതും പാസഞ്ചർ റെയിൽ ഗതാഗതം ആരംഭിച്ചതാണ് 1853 ഏപ്രിൽ 16. ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡിഗ്രി ലെവലൊക്കെ ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം ആരംഭിച്ചതെന്നാണ് 1853 ഏപ്രിൽ മാസം 16 തീയതിയാണ്. അതിലൊരു മാറ്റവുമില്ല. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയായിരുന്നു. എത്ര ദൂരമായിരുന്നു? 34 കിലോമീറ്റർ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയായിരുന്നു. എത്രയായിരുന്നു? 34 കിലോമീറ്റർ ആയിരുന്നു ദൂരം. എന്തിനാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ബോംബെ മുതൽ താനെ വരെ റെയിൽവേ ഉണ്ടാക്കി വെച്ചത്? ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ആസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം കൊൽക്കത്തയായിരുന്നു. അവർ കൊൽക്കത്തയിൽ വേണമെങ്കിൽ റെയിൽവേ പാത ഉണ്ടാക്കാമായിരുന്നു. അവരൊന്നും ചെയ്യാതെ എന്തിനാ ഈ ബോംബെ മുതൽ താനെ വരെ കൊണ്ടു ചെയ്തത്? പ്രധാനപ്പെട്ട ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പരുത്തി എന്ന് പറയുന്നത് ഓർത്തോളണേ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെയിൽ നിന്നും താനെ വരെ 34 കിലോമീറ്റർ വിസ്തൃതിയിൽ ഇടാനായിട്ട് ബ്രിട്ടീഷുകാരെ സമ്മർദ്ദത്തിലാക്കിയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ പരുത്തിയാണ്. കാര്യം പരുത്തിനെ എവിടെ കൊണ്ടുവരണം? ബോംബെയിൽ കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് പരുത്തിയെ ബോംബെ കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. ബോംബെ തുറമുഖം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു കോട്ടണോപൊളീസ് എന്ന്. എന്തെന്നാണ്? കോട്ടണോപൊളീസ് എന്ന്. അപ്പോ കോട്ടണോപൊളീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖമായിരുന്നു ബോംബെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കോട്ടൺ അഥവാ പരുത്തി ഈ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം ബോംബെ നിന്നായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാര് ബോംബെ മുതൽ താനെ വരെ റെയിൽവേ ഇട്ടത് കേട്ടോ. ഈ കഴിഞ്ഞൊരു എക്സാമിന് ഇങ്ങനൊരു ചോദ്യം കണ്ടിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ലൈൻ രൂപീകൃതമായത് 1856 വെർസാപ്പാടി മുതൽ വലാജ റോഡ് വരെയായിരുന്നു മദ്രാസിൽ കേട്ടോ. തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ലൈൻ രൂപീകൃതമായത് 1856 വെർസാപ്പാടി മുതൽ വലാജ റോഡ് വരെയായിരുന്നു. ഇത് നമ്മുടെ PSC ഉത്തരപ്രകാരം ഇങ്ങനെ പഠിക്കണം. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മദ്രാസിലാണ് എന്നുള്ള മറക്കരുത്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പ്രധാനമായിട്ടും സൈനിക ആവശ്യത്തിനും ട്രേഡിനും വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു. എന്തിനാ അവിടെ തന്നെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കണം, ബാക്കിയുള്ള കേരളത്തിലെ പ്രദേശങ്ങളെല്ലാം നാട്ടുരാജ്യങ്ങളുടെ കയ്യിലായിരുന്നു. എന്നാൽ മലബാർ എന്ന് പറയുന്ന മേഖല ആരുടെ കയ്യിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ തോന്നിവാസം അവിടെ ചെയ്തൂടെ. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ വന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1904 കൊല്ലം മുതൽ ചെങ്കോട്ട വരെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1904 കൊല്ലം മുതൽ ചെങ്കോട്ട വരെയായിരുന്നു. ഇന്ത്യയിൽ റെയിൽവേ പാത മുഖാന്തരം ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിൽ നിലവിൽ റെയിൽവേ പാത മൂലം ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. സിവോക് റെങ്പോ റെയിൽവേ പ്രോജക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. മറക്കരുത്, ഇമ്പോർട്ടന്റ്. സിവോക് റെങ്പോ റെയിൽവേ പ്രോജക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. അതായത് സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ ട്രാക്ക് അല്ലെ റെയിൽവേ പാതയാണ് ഈ സിവോക് റെങ്പോ റെയിൽവേ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ നിലവിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനം മേഘാലയ. ഇന്ത്യയിൽ നിലവിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേഘാലയയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നു കൊങ്കൺ റെയിൽവേയിലേക്ക്. എവിടെയാണ്? കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയുടെ ഔദ്യോഗിക നാമം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. കൊങ്കൺ റെയിൽവേയുടെ ഔദ്യോഗിക നാമം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകൃതമായ വർഷം 1990 ജൂലൈ 19. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ രൂപീകൃതമായ വർഷം 1990 ജൂലൈ 19. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ, മുംബൈ, മഹാരാഷ്ട്ര. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാൽ ബേലാപൂർ, മുംബൈ, മഹാരാഷ്ട്ര. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പട്ടണങ്ങൾ ഹോറയെ മാംഗ്ലൂരുമായിട്ട്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പട്ടണങ്ങൾ ഹോറയെ മാംഗ്ലൂരുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് AV വാജ്പേയി ആണ്. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? AV വാജ്പേയി ആണ്. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 760 കിലോമീറ്റർ ആണ്. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായ ഏറ്റവും നീളം കൂടിയ തുരങ്കം എന്ന് ചോദിച്ചാൽ അത് കാർബുഡേ തുരങ്കമാണ്. ഏതാണ്? കാർബുഡേ തുരങ്കമാണ്. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായ ഏറ്റവും നീളം കൂടിയ തുരങ്കം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബുഡേ തുരങ്കമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ
റെയിൽവേ തുരങ്കം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അതിന്റെ പേരാണ് ടണൽ 50. എന്താണ്? ടണൽ T50 കേട്ടോ, മറക്കരുത്. റെയിൽവേ കടന്നു പോകുന്ന ഏറ്റവും വലിയ ടണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടണൽ T50 ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ടണൽ T50 ആണ് ഇപ്പോൾ ഉള്ളതിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം എന്ന് പറയുന്നത്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 12.75 കിലോമീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 12.75 കിലോമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ തുരങ്കം ഏതായിരിക്കും? അപ്പൊ റെയിൽവേ കടന്നു പോകുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ തുരങ്കം എല്ലാവർക്കും അറിയാം, അതാണ് പീർ പാഞ്ചാൽ തുരങ്കം. എന്താണ് പീർ പാഞ്ചാൽ തുരങ്കം എന്ന് പറയുന്നത്? ഇതും എവിടെ തന്നെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവൻ എന്ന് പറയുന്നത് 11.25 കിലോമീറ്റർ ആണ് കേട്ടോ നീളം എത്രയാണ്? 11.25 കിലോമീറ്റർ ആണ്. അവന്റെ പേരെന്താണ്? പീർ പാഞ്ചൽ തുരങ്കം എന്നാണ്. സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിന്റെ ഭാഗമായി തന്നെയാണ്. ഡെക്കാൻ ഒഡീസി എന്ന ആഡംബര ട്രെയിൻ സർവീസ് നടത്തുന്നത് കൊങ്കൺ റെയിൽവേയിലാണ്. ഡെക്കാൻ ഒഡീസി എന്ന ആഡംബര ട്രെയിൻ സർവീസ് നടത്തുന്നത് കൊങ്കൺ റെയിൽവേയിലൂടെയാണ്. കൊങ്കൺ റെയിൽവേയുടെ ശില്പി എന്നും കൊങ്കൺ റെയിൽവേയുടെ ആദ്യത്തെ ചെയർമാൻ എന്നും അറിയപ്പെടുന്നത് ഈ ശ്രീധരനാണ്. കൊങ്കൺ റെയിൽവേയുടെ ശില്പി എന്നും കൊങ്കൺ റെയിൽവേയുടെ ആദ്യത്തെ ചെയർമാൻ എന്നും അറിയപ്പെടുന്നത് ഈ ശ്രീധരനാണ്. കൊങ്കൺ റെയിൽവേ നിർമ്മാണവുമായി സഹകരിച്ച സംസ്ഥാനങ്ങൾ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണവുമായി സഹകരിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളും കൊങ്കൺ റെയിൽവേയിൽ നിന്നും ആദായം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊങ്കൺ റെയിൽവേയുടെ ഉപഭോഗം കൂടുതലായി ലഭിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗം കൂടുതലായിട്ട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാലും അത് കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളാണ്. തമിഴ്നാടില്ലേ? പലരും തെറ്റിച്ചു വയ്ക്കുന്ന കാര്യമാണ്. തമിഴ്നാട് എടുത്ത് കൊങ്കൺ റെയിൽവേ എഴുതി വയ്ക്കും, തെറ്റാണ്. കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണവുമായി സഹകരിക്കുകയും കൊങ്കൺ റെയിൽവേയുടെ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്രയാണ്. റോറോ ട്രെയിൻ സംവിധാനം ആരംഭിച്ചത് കൊങ്കൺ റെയിൽവേയിലാണ്. റോറോ ട്രെയിൻ സംവിധാനം ആരംഭിച്ചത് കൊങ്കൺ റെയിൽവേയിലാണ്. റോറോ റെയിൽ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ? ഈ ചരക്ക് ലോറികളൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ട്രെയിനെ കണ്ടിട്ടില്ലേ? ചരക്ക് ലോറികൾ കൊണ്ട് നിർത്തിയിട്ട് ഈ ട്രെയിൻ ചരക്ക് ലോറികളെ കൊണ്ടുപോകും. ഇതിനെയാണ് റോറോ ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് 1999 ആരംഭിച്ചത് കേട്ടോ, ഈ റോറോ ട്രെയിൻ സംവിധാനം. ഇത് എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് കൊങ്കൺ റെയിൽവേയാണ്. കാരണം കൊങ്കൺ വഴിയുള്ള റോഡ് മാർഗം എന്ന് പറയുന്നത് ഭയങ്കര ചുറ്റും തിരിവൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഭൂരിഭാഗം പേരും ഈ റോറോ ട്രെയിൻ ആണ് ഉപയോഗിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുമായി 1600 HP ഡെമു കരാറിൽ ഏർപ്പെട്ട രാജ്യം നേപ്പാളാണ്. കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട് 1600 HP ഡെമു കരാറിൽ ഏർപ്പെട്ടിരുന്ന രാജ്യം നേപ്പാളാണ്. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായി കടന്നു പോകുന്ന നദികളുടെ എണ്ണം 146 ആണ്. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായി കടന്നു പോകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ 146 ആണ്. കൊങ്കൺ റെയിൽവേയിൽ ടോട്ടലായിട്ടുള്ള പാലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 2000 ആണ്. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ ടണലുകളുടെയും അല്ലെങ്കിൽ തുരങ്കങ്ങളുടെയും എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 91 ആണ്. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായിട്ട് 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും കാണപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച റെയിൽവേ സംവിധാനം കൊങ്കൺ റെയിൽവേ. ഇമ്പോർട്ടന്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച റെയിൽവേ സംവിധാനം ചോദിച്ചാൽ അത് കൊങ്കൺ റെയിൽവേ സംവിധാനമാണ്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പമ്പാ നദിയുടെ ആകെ നീളം 176 കിലോമീറ്റർ. ഇമ്പോർട്ടന്റ് ആണ്. പമ്പാ നദിയുടെ ആകെ നീളം എത്രയാണ്? 176 കിലോമീറ്റർ ആണ്. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമല. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? പുളിച്ചിമലകളിൽ നിന്നുമാണ്. പുളിച്ചിമല സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് പീരുമേട് പീഠഭൂമി. പഠിച്ചോളനെ. പുളിച്ചിമല സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? പീരുമേട് പീഠഭൂമിയാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായൽ. പമ്പാ നദിയുടെ പതനസ്ഥാനം ഏതാണ്? വേമ്പനാട് കായലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നുകൂടി പറയാം. പമ്പാ നദിയുടെ ആകെ നീളം 176 കിലോമീറ്റർ. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമലകള്. പുളിച്ചിമല സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാ? പീരുമേട് പീഠഭൂമി. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പഠിക്കുക. പമ്പാ നദി ഒഴുകുന്ന ജില്ലകളാണ് പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ല. പമ്പാ നദി ഒഴുകുന്ന ജില്ലകള് പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ല എന്നിവയാണ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. അതിനുവേണ്ടി ഒരു ഈസി കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പി എന്നങ്ങ് പഠിച്ചു വെക്കുക. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പി എന്നൊരു കോഡ് അങ്ങ് ഓർത്ത് വെച്ചേക്കുക. ഇതിൽ ആദ്യത്തെ P എന്ന് പറയുന്നത് പമ്പാ നദിയെ സൂചിപ്പിക്കുന്നു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ല. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പത്തനംതിട്ട ജില്ലയാണ് വരുന്നത്. ശ്രദ്ധിച്ചോളനെ, പാലക്കാടല്ല, പത്തനംതിട്ട ജില്ലയാണ്. അതുപോലെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയാണ്. അപ്പോ
പമ്പാ നദി ഒഴുകുന്ന പ്രധാനപ്പെട്ട ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ലയാണ്. ഇത് എങ്ങനെയാ പഠിക്കേണ്ടത്? പി എന്ന കോഡങ്ങ് പഠിച്ചു വെച്ചേക്കുക. അതിൽ ആദ്യത്തെ പി എന്ന് പറയുന്നത് പമ്പാ നദി, എ എന്ന് പറയുന്നത് ആലപ്പുഴ, മൂന്നാമതായി വരുന്ന പി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അതുപോലെ ഐ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. പഠിക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. പഠിച്ചോളെ, തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? പമ്പാ നദിയാണ്. പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി പമ്പാ നദി. പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദി. പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പാ നദിയായിരുന്നു. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതായിരുന്നു? പമ്പാ നദിയായിരുന്നു. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. പഠിക്കുക. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പമ്പാ നദി. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ജനതയുടെ ഭാഗമായ മൺശിലകൾ കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ നദീതീരം അല്ലെങ്കിൽ നദീതടം ചോദിച്ചു കഴിഞ്ഞാൽ അത് പമ്പാ നദിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ജനതയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ നദീതീരം എന്ന് ചോദിച്ചാൽ അത് പമ്പയാണ്. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ശബരിമല. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ശബരിമല. ശബരിമലയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയുടെ തീരത്ത്. ശബരിമലയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദി. ഇല്ലെങ്കിൽ PSC ചോദിച്ചിട്ടുണ്ട് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയുടെ തീരത്ത്. ശബരിമലയെ ചുറ്റി ഒഴുകുന്ന നദി അത് അച്ഛൻ കോവിലാറാണ്. പഠിച്ചോളെ, ശബരിമലയെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? അത് അച്ഛൻ കോവിലാറാണ്. തെറ്റരുത്. ശബരിമലയെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? അച്ഛൻ കോവിലാറാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. പഠിച്ചോളെ, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. അച്ഛൻ കോവിലാർ പമ്പാ നദിയുമായി പതിക്കുന്ന പ്രദേശം ചോദിച്ചാൽ അത് വീയപുരമാണ്. അച്ഛൻ കോവിലാറ് പമ്പാ നദിയുമായിട്ട് കൂടിച്ചേരുന്ന അല്ലെങ്കിൽ പതിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് വീയപുരത്ത് വെച്ചാണ്. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരമൻ കൺവെൻഷൻ. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരമൻ കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഹിന്ദുമത സമ്മേളനമാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഹിന്ദുമത സമ്മേളനം അറിയപ്പെടുന്ന പേരാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. മറക്കരുത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? നമ്മുടെ കുട്ടനാടാണ്. അച്ഛൻ കോവിലാർ പമ്പാ നദിയിൽ പതിക്കുന്നത് ഏത് പ്രദേശത്ത് വെച്ചാ? വീയപുരത്ത് വെച്ചാണ്. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മാരമൻ കൺവെൻഷൻ. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഹിന്ദുമത സമ്മേളനം ഏതാ? ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. പഠിക്കുക. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മാലിന്യ വിമുക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാന്. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മാലിന്യ വിമുക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പമ്പ ആക്ഷൻ പ്ലാൻ ആണ്. പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പമ്പാ നദി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടം ഏതാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദിയിലെ പ്രധാന വള്ളംകളികളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചെമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി, അല്ലെങ്കിൽ അതറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നീരേറ്റുപുറം വള്ളംകളി. അങ്ങനെയും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഉത്രാടം തിരുനാൾ വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നീരേറ്റുപുറം വള്ളംകളി. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട 4 വള്ളംകളികൾ എവിടെ നടക്കുന്നുണ്ട്? പമ്പാ നദിയിൽ മാത്രം നടക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചെമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി. ആ ഉത്രാടം തിരുനാൾ വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നീരേറ്റുപുറം വള്ളംകളി. എന്താണ്? നീരേറ്റുപുറം വള്ളംകളി. പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മാലിന്യമുക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പമ്പ ആക്ഷൻ പ്ലാന്.
പമ്പാ നദി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദിയിലെ പ്രധാന വള്ളംകളികളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചെമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നീരേറ്റുപുറം വള്ളംകളി. പഠിക്കുക. പമ്പാ നദിയുടെ പോഷക നദികളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ് പമ്പാ നദിയുടെ പോഷക നദികൾ. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാർ, അഴുത, കല്ലാർ, കക്കിയാർ. പഠിച്ചോളനെ. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? അച്ചൻ കോവിലാറ്, അഴുത, കല്ലാറ്, കക്കിയാറ്. ഒന്നുകൂടി പറയാം. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാറ്, അഴുത, കല്ലാറ്, കക്കിയാറ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. സുഹൃത്തുക്കളെ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കോഡ് തന്നെയാണ്, എന്നാലും പുതുതായി ജോയിൻ ചെയ്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. കോഡ് ഇത്രയേ ഉള്ളൂ. പാമ്പായ അച്ഛൻ അഴുക്ക കല്ലു കക്കി എന്നങ്ങ് പഠിക്കുക. പാമ്പായ അച്ഛൻ അഴുക്ക കല്ലു കക്കി എന്നങ്ങ് പഠിക്കുക. പാമ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ നദിയെ സൂചിപ്പിക്കുന്നു. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കോവിലാറ്. അഴുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുതാ പുഴയാണ് കേട്ടോ, അല്ലെങ്കിൽ അഴുതാ നദിയാണ് കേട്ടോ. അഴുക്ക് എന്ന് പറഞ്ഞാൽ അഴുത. കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാറ്. കക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കിയാറാണ്. ഇത്രയും പഠിച്ചു വെച്ചോണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പമ്പാ നദിയുമായി ബന്ധപ്പെട്ട എല്ലാ പോഷക നദികളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി പറയാം. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാ? അച്ചൻ കോവിലാറ്, അഴുത, കല്ലാറ്, കക്കിയാർ എന്നിവയാണ്. ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി കോഡ് എന്താ സുഹൃത്തുക്കളെ? പാമ്പായ അച്ഛൻ അഴുക്കക്കല്ലു കക്കി എന്നങ്ങ് പഠിക്കുക. ഇതിൽ പാമ്പായ എന്ന് വെച്ചാൽ പമ്പാ നദി, അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കോവിലാറ്, അഴുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുതാ നദി, കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാറ്, കക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കിയാറ്. പഠിക്കുക. പമ്പാ നദി സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ശബരി അണക്കെട്ടും അതുപോലെ തന്നെ കക്കാട് ഡാമും. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പാ നദി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ്സ് നമ്മളോട് വിശദമായിട്ട് പറയുന്നില്ല. അത് ജലവൈദ്യുത പദ്ധതി എന്ന ഭാഗത്ത് നമുക്ക് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പമ്പാ നദി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? രണ്ടെണ്ണമാണ്. ഒന്ന് ശബരി ഡാമും അതുപോലെ കക്കാട് ഡാമും. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പാ നദി. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പമ്പാ നദിയും അപൂർവ വസ്തുതകളും. പമ്പാ നദിയും അപൂർവ വസ്തുതകളും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. പമ്പാ നദിയും അപൂർവ വസ്തുതകളും. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാ? പമ്പാ നദി. പമ്പാ നദിയുടെ നീളം മൈലിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് 109 മൈലാണ്. പഠിച്ചോളനെ. പമ്പാ നദിയുടെ നീളം മൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 109 മൈലാണ്. ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ ചോദിച്ചിരുന്നു. പമ്പാ നദിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ് മൈലിൽ പറയുമ്പോൾ? 109 മൈലാണ്. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം എത്രയാ? 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. പമ്പാ നദിയുടെ വടക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി മണിമലയാറാണ്. പമ്പാ നദിയുടെ വടക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് മണിമലയാറാണ്. പമ്പാ നദിയുടെ തെക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി അച്ചൻ കോവിലാറാണ്. പമ്പാ നദിയുടെ തെക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അച്ചൻ കോവിലാറാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെട്ടിരുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. പമ്പാ നദിയുടെ നീളം എന്ന് പറയുന്നത് മൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് 109 മൈലാണ്. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. പമ്പാ നദിയുടെ വടക്കേ അറ്റത്തൂടെ ഒഴുകുന്ന നദി മണിമലയാറ്. പമ്പാ നദിയുടെ തെക്കേ അറ്റത്തൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി ഏതാണ്? അച്ചൻ കോവിലാറുമാണ്. പഠിക്കുക. തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്ന നദി പമ്പാ നദി. പഠിച്ചോളനെ. തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് ചോദിച്ചാൽ പമ്പാ നദിയാണ്. ഡയറക്റ്റ് പമ്പ ചെല്ലുകയല്ല. പമ്പയുടെ ഒരു കഴിവഴി ഇവിടെ പോകുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് പോകുന്നുണ്ട്. ബൈ ചാൻസ് PSC ചോദിച്ചാൽ എഴുതിക്കൊള്ളുക. തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പമ്പാ നദി. വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പമ്പയുടെ ഒരു പോഷക നദിയാണ് വരട്ടാർ എന്ന് പറയുന്നത്. എന്നാലും ചില പ്രദേശങ്ങളിൽ വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പഠിക്കുക. ശബരിമല സന്ദർശിക്കുന്ന ഭക്തജനങ്ങൾ പമ്പാ നദി മലിനമാക്കാതിരിക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ഏതാണ്? പുണ്യം പൂങ്കാവനം പദ്ധതി. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് ചോദിച്ചാൽ പമ്പാ നദിയാണ്. ഡയറക്റ്റ് പമ്പാ നദി ഒഴുകി ചെല്ലുകയല്ല. പമ്പാ നദിയുടെ ഒരു
കൈവഴി അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടറിയാണ് എവിടെ ചെന്ന് കയറുന്നത്? നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്നത്. ശ്രദ്ധിക്കുക. വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. വരട്ടാർ എന്ന് പറയുന്നത് പമ്പാ നദിയുടെ ഒരു പോഷക നദിയാണ്. അതുകൊണ്ട് തന്നെ ചില പ്രദേശങ്ങളിൽ നമ്മുടെ പമ്പാ നദിയെ വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശബരിമല സന്ദർശിക്കുന്ന ഭക്തജനങ്ങളെ പമ്പാ നദി മലിനമാക്കാതിരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മലിനീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. പഠിക്കുക എന്താണ്? ജലത്തിന്റെ തിളനില ഫാരൻഹീറ്റിൽ എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ജലത്തിന്റെ തിളനില ഫാരൻഹീറ്റിൽ എത്ര ഡിഗ്രിയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് അർത്ഥം. ജലത്തിന്റെ ഖരാങ്ക ഡിഗ്രി സെൽഷ്യസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ ഖരാങ്കം സെൽഷ്യസിൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം, വർഷം 1986. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ആയി ചോദിച്ചതുമാണ്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം, വർഷം 1986. ഉപഭോക്താവിന്റെ പ്രധാന അവകാശങ്ങൾ എന്തെല്ലാമാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കപ്പെടുവാനുള്ള അവകാശം, പരിഹാരം തേടുവാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടുവാനുള്ള അവകാശം. ഓർത്തോളണം, ഉപഭോക്താവിന്റെ പ്രധാന അവകാശങ്ങൾ ഏതെല്ലാമാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം ഉണ്ടാകുന്നതിന്, വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കപ്പെടുവാനുള്ള അവകാശം, പരിഹാരം തേടുവാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടുവാനുള്ള അവകാശം. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഇത് ഓൾറെഡി പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി നിലവിൽ വന്ന ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനങ്ങൾ ഏതെല്ലാമാണ്? 1. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുന്നിൽ ഹാജരാകാം. അല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുന്നിൽ ഹാജരാവാം. അല്ലെന്നുണ്ടെങ്കിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുന്നിൽ പരാതി നൽകാം. ഓർത്തോളണേ, ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി നിലവിൽ വന്ന ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനങ്ങൾ ഏതെല്ലാമാണ്? ഒന്നുകിൽ അദ്ദേഹത്തിന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുന്നിൽ പരാതി നൽകാം. അല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുന്നിൽ പരാതി നൽകാം. ഇല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുന്നിലും പരാതി നൽകാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് 1 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ പരിഹരിക്കുന്നത് ഏത് കമ്മീഷനാ? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അപ്പോ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് 1 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ പരിഹരിക്കുന്നത് ഏത് കമ്മീഷനാ? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് ഉപയോഗിക്കുന്ന അടയാളങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് ISA മാർക്കും മറ്റൊന്ന് അഗ് മാർക്കുമാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് ഉപയോഗിക്കുന്ന അടയാളങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ISAയും മറ്റൊന്ന് അഗ് മാർക്കുമാണ്. അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്നാണ്? മാർച്ച് 15. അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്നാണ്? മാർച്ച് 15 ആണ്. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? ഡിസംബർ 24 ആണ്. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? ഡിസംബർ 24 ആണ്. മനുഷ്യ രക്തപരിചരണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു, തെറ്റാണ്. എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു, അതും തെറ്റാണ്. കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു, തെറ്റാണ്. ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു, അത് ശരിയാണ്. അപ്പോ നമ്പർ 4 എന്ന് പറയുന്ന പ്രസ്താവന മാത്രമാണ് ശരി. അതായത് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇത് എങ്ങനെയാണ് പഠിക്കുന്നത് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. വളരെ ഈസിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തീർന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് പഠിക്കാം. സുഹൃത്തുക്കളെ, 2 പോയിന്റ് മാത്രമേ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 2 പോയിന്റ്സ് മാത്രമേ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, ഹൃദയത്തിൽ നിന്നും രക്തം ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തേക്കും എത്തിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് ധമനിയാണ്. അതിൽ അവൻ വേറെ ആരെയും കൈകടത്താൻ സമ്മതിക്കില്ല. ഹൃദയത്തിൽ നിന്നും രക്തം ശരീരത്തിന്റെ ഏതൊരു അവയവത്തിലോട്ടാവട്ടെ, ഏതൊരു ഭാഗത്തിലോട്ടാവട്ടെ കൊണ്ടുപോകാൻ അവകാശം ആർക്കാ? ധമനിക്കാണ്. കൊന്നാലും അവൻ അത് വിട്ടുകൊടുക്കൂല. സെറ്റാണേ. രണ്ടാമത്തെ പോയിന്റ്,
മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നും രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് സിരയാണ്. ഒരിക്കലും അവനത് വിട്ടുകൊടുക്കില്ല. മനുഷ്യ ശരീരത്തിലെ ഏതൊരു അവയവമാവട്ടെ, ഏതൊരു ഭാഗമാവട്ടെ, അവിടെ നിന്നുള്ള രക്തം എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിരകളാണ്. രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞോളൂ. ഒന്നുകൂടി ഒന്ന് പറയാം സുഹൃത്തുക്കളെ. ഹൃദയത്തിൽ നിന്ന് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എവിടേക്കെങ്കിലും രക്തം കൊണ്ടുപോകണമെങ്കിൽ അത് ആരെ കൊണ്ടുപോകണം? ധമനിയെ കൊണ്ടുപോകണം. അവൻ അത് വിട്ടുകൊടുക്കൂല. ഹൃദയത്തിൽ നിന്നാണോ രക്തം പോകുന്നത് എങ്കിൽ ധമനി ആയിരിക്കും കൊണ്ടുപോകുന്നത്. സെറ്റാണേ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും രക്തം ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ അത് സിര മാത്രമേ കൊണ്ടുപോകുള്ളൂ. മനുഷ്യരീരത്തിലാവട്ടെ, മനുഷ്യരീരത്തിലെ അവയവമാവട്ടെ, എവിടെന്നെങ്കിലും രക്തം ഹൃദയത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അത് സിര മാത്രമേ ചെയ്യുള്ളൂ. അതിനിടയ്ക്ക് വേറെ ആരടിപ്പിക്കൂല? നമ്മുടെ സിര അടുപ്പിക്കൂല. ഓക്കെ ആയ ഈ 2 പോയിന്റ്. ഈ 2 പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി പറയാനുള്ളത് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കാൻ. ഓക്കെ, നമ്മുടെ ശ്വാസകോശ ധമനി എന്ന് പറയുന്ന സാധനം അശുദ്ധ രക്തം വഹിക്കുന്നു. അശുദ്ധ രക്തം എന്ന് പറഞ്ഞാല് ഓക്സിജന്റെ അളവ് കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ അത് അശുദ്ധ രക്തമെന്നും, ഇനി ഓക്സിജന്റെ അളവ് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെ കുറവുമാണെങ്കിൽ അതിനെ നമ്മൾ ശുദ്ധ രക്തം എന്ന പേരിലും വിളിക്കുന്നു. ഓക്കെ ആണേ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓക്സിജന്റെ അളവ് കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് അശുദ്ധ രക്തം. ഓക്സിജന്റെ അളവ് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവുമാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ശുദ്ധരക്തം എന്ന് വിളിക്കുന്നു. ഞാൻ ഇവിടെ ശുദ്ധ അശുദ്ധ രക്തങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ സുഹൃത്തുക്കളെ. ഹൃദയത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ജോലി ആരാ ഏറ്റെടുത്തിരിക്കുന്നേ? ധമനിയാണ്. അപ്പോ ഹൃദയത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനി അറിയപ്പെടുന്ന പേരാണ് ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. ശ്വാസകോശത്തിന്റെ ധർമ്മം എന്താ? ഈ കൊണ്ടുവരുന്ന രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ കളയുകയും ഓക്സിജനെ മിക്സ് ചെയ്ത് വിടും. ഒരു മിക്സർ പോലെ പ്രവർത്തിക്കുന്ന ആളാണ് ആരാണ്? നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ശ്വാസകോശ ധമനിയിലൂടെ ഒഴുകുന്ന രക്തം എങ്ങനെയുള്ളതായിരിക്കണം? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തമായിരിക്കണ്ടേ? കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തത്തിലല്ലേ ശ്വാസകോശത്തിൽ എത്തിക്കാനുള്ളത്. അങ്ങനെ ശ്വാസകോശത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ അശുദ്ധ രക്തത്തെ എത്തിക്കണം. പക്ഷെ എത്തിക്കുന്നത് ആരായിരിക്കും? ധമനി ആയിരിക്കും. കാരണം എന്താ? നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും ശരീരത്തിന്റെ എങ്ങോട്ട് രക്തം എത്തിക്കണമെങ്കിലും അത് ധമനിയെ ചെയ്യുള്ളൂ. അവൻ അത് ആർക്കും വിട്ടുകൊടുക്കൂല. അതുകൊണ്ടാണ് നമ്മുടെ ശ്വാസകോശ ധമനി അശുദ്ധ രക്തം കൊണ്ടുപോകാൻ തുടങ്ങിയത്. സെറ്റായേ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സിരകളിൽ നടക്കുന്നത്. പറഞ്ഞു തരാം. ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധമായ രക്തം, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ കൂടിയ ശുദ്ധമായ രക്തത്തെ എവിടെ കൊണ്ടുവരുന്നു? ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു അല്ലെ? എന്നിട്ടല്ലേ ഹൃദയം ശരീരഭാഗത്തിലെല്ലാം ധമനി വഴി എത്തിക്കുന്നത്. ഇങ്ങനെ ശ്വാസകോശത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കണമെങ്കിൽ അത് ആർക്കേ പറ്റുള്ളൂ? സിരക്കേ പറ്റുള്ളൂ. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തു നിന്നാവട്ടെ, ഏതൊരു അവയവത്തിൽ നിന്നാവട്ടെ, നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? സിരക്കേ ഉള്ളൂ. സെറ്റാണ്. ശ്വാസകോശത്തിൽ നിന്നൊരു സിര വരുന്നോണ്ട് അവനെ നമ്മൾ വിളിച്ചു ശ്വാസകോശ സിര എന്ന്. സെറ്റാണ്. ഇനി ശ്വാസകോശത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തം എങ്ങനെ ആയിരിക്കണം? കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോയി നല്ല ഓക്സിജൻ ഉള്ള നമ്മുടെ സെല്ലുകളിലൊക്കെ ഓക്സിജൻ എത്തുന്ന രീതിയിലുള്ള രക്തമായിരിക്കണം വരാനുള്ളത്. പക്ഷെ രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് എവിടെയെങ്കിലും നിന്നും നേരെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? സിരക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് അവനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ശ്വാസകോശ സിര എന്ന് വിളിച്ചു. ഓക്കെ ആണ്. അപ്പോ ഓക്സിജൻ കൂടിയ രക്തമുള്ള ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ആരായിട്ട് മാറി? ശ്വാസകോശ സിരയായിട്ടും അശുദ്ധ രക്തം വഹിക്കുന്ന അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള രക്തം വഹിക്കുന്ന ധമനി എന്തായിട്ട് മാറി? ശ്വാസകോശ ധമനിയായിട്ട് മാറി. ഇതങ്ങ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരൂല. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. ഓക്സിജൻ കൂടുതലായി അടങ്ങിയ രക്തം അറിയപ്പെടുന്ന പേരാണ് ശുദ്ധരക്തം. ഓക്സിജൻ കൂടുതലായി അടങ്ങിയ രക്തം അറിയപ്പെടുന്ന പേരാണ് ശുദ്ധരക്തം. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി അടങ്ങിയ രക്തം അറിയപ്പെടുന്ന പേരാണ് അശുദ്ധ രക്തം. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി അടങ്ങിയ രക്തം അറിയപ്പെടുന്ന പേരാണ് അശുദ്ധ രക്തം എന്ന്. വളരെ നേർത്ത സിരകളും ധമനികളും ചേർന്ന് രൂപപ്പെടുന്നതിന് അറിയപ്പെടുന്ന പേരാണ് ലോമികകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ നേർത്ത സിരകളും ധമനികളും കൂടി ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് ലോമികകൾ എന്ന്.
ധമനി. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മഹാധമനിയാണ്. കാരണം എന്താ? നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എല്ലാം രക്തം എത്തിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് രക്തം എത്തിക്കുന്നത് ആരാ? ധമനികളാണ്. സ്വാഭാവികമായിട്ടും വലിയ രക്തക്കുഴലാണെങ്കിൽ അത്രയും രക്തം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്ത് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ എന്നറിയപ്പെടുന്നത് ഏതാ? മഹാധമനിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്നറിയപ്പെടുന്നത് മഹാധമനി തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്നറിയപ്പെടുന്നത് ആരാ? മഹാധമനി അഥവാ അയോട്ടയാണ്. ഹൃദയഭിത്തിയിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികൾ അറിയപ്പെടുന്ന പേരാണ് കൊറോണറി ധമനികൾ. അതുകൊണ്ടാ പറഞ്ഞത് കൊറോണറി ധമനികൾ അശുദ്ധ രക്തം വഹിക്കൂല എന്ന് പറഞ്ഞ കേട്ടോ. അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള രക്തമാണ്. അത് നേരെ ഹൃദയത്തിലോട്ട് പോയാൽ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നടക്കോ? ഇല്ല. അതുകൊണ്ട് ഹൃദയഭിത്തിയിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളാണ് കൊറോണറി ധമനികൾ എന്ന് പറയുന്നത്. ഇനി ഹൃദയഭിത്തിയിൽ നിന്നും രക്തം തിരിച്ച് നേരെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊറോണറി സിരകളാണ് കേട്ടോ. അങ്ങനെ സാധനം ഉണ്ട്. പക്ഷെ ഇവിടെ PSC ചോദിച്ചിരിക്കുന്നത് ഹൃദയഭിത്തിയിൽ നിന്ന് രക്തം എത്തിക്കുന്ന ധമനികളാണ് കൊറോണറി ധമനികൾ എന്ന്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനി. ഇനി തെറ്റൂലല്ലോ. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി എന്നറിയപ്പെടുന്നത് ശ്വാസകോശ ധമനിയാണ്. ഹൃദയത്തിൽ നിന്നും രക്തം ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന രക്തക്കൊള്ളുകളാണ് ധമനികൾ എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിൽ നിന്നും രക്തം ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന രക്തക്കൊള്ളുകൾ അറിയപ്പെടുന്ന പേരാണ് ധമനികൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഓക്സിജൻ അടങ്ങിയ രക്തം അഥവാ ശുദ്ധരക്തം എന്നറിയപ്പെടുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തമാണെങ്കിൽ അതിനെ അശുദ്ധ രക്തം എന്നും അറിയപ്പെടുന്നു. വളരെ നേർത്ത സിരകളും ധമനികളും കൂടിച്ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് ലോമികകൾ എന്ന്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കൊഴലാണ് മഹാധമനി. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്നറിയപ്പെടുന്നത് മഹാധമനി തന്നെയാണ്. ഹൃദയഭിത്തിയിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളാണ് കൊറോണറി ധമനികൾ. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കൊഴലുകളാണ് ധമനികൾ. അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനി ശ്വാസകോശ ധമനി. ഹൃദയത്തിൽ നിന്നും രക്തം ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന രക്തക്കൊഴലുകളാണ് ധമനികൾ. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സിരകൾ. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കൊഴലുകളാണ് സിരകൾ. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കൊഴലുകളാണ് സിരകൾ. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിരയാണ്. ഇനി അത് തെറ്റൂലല്ലോ. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കൊഴലുകളാണ് സിരകൾ. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കൊഴലുകളാണ് സിരകൾ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോ മഹാസിര. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ സിര എന്നറിയപ്പെടുന്നത് ഏതാണ്? അധോ മഹാസിരയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കൊഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കൊഴലുകളാണ് സിരകൾ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണ് അധോ മഹാസിര. പഠിക്കുക. 2020 വർഷത്തിൽ സംസ്ഥാന മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മിനിമോൾ എബ്രഹാം ആണ് കേട്ടോ. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? മിനിമോൾ എബ്രഹാം ആണ്. കേരളത്തിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന ഒരു വാർഷിക പുരസ്കാരമാണ് ജിമ്മി ജോർജ് പുരസ്കാരം. കേരളത്തിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന ഒരു വാർഷിക പുരസ്കാരമാണ് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ്. അന്തരിച്ച പ്രമുഖ ഇന്ത്യൻ വോളിബോൾ താരമായ ജിമ്മി ജോർജിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ് ഈ അവാർഡ് നൽകുന്നത്. അന്തരിച്ച പ്രമുഖ ഇന്ത്യൻ വോളിബോൾ താരം ജിമ്മി ജോർജിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ് ഈ അവാർഡ് നൽകുന്നത്. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1 വർഷം കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കായിക താരത്തിനാണ് നമ്മുടെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിക്കുന്നത്. 1 വർഷം കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കായിക താരത്തിന് നൽകുന്ന അവാർഡാണ് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് എന്ന് പറയുന്നത്. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1989 മുതൽ. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1989 മുതലാണ്. ആദ്യമായി ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച വ്യക്തി PT ഉഷ, വർഷം 1989. ആദ്യമായി ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച വ്യക്തി PT ഉഷ, വർഷം 1989 ആണ്. ജിമ്മി ജോർജ് സ്പോർട്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് പേരാവൂർ, കണ്ണൂർ ജില്ല. ജിമ്മി ജോർജ് സ്പോർട്സ് അക്കാദമി
സ്ഥിതി ചെയ്യുന്നത് പേരാവൂർ, കണ്ണൂർ ജില്ല. 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് അബ്ദുള്ള അബൂബക്കർ. ഇദ്ദേഹം ഒരു ട്രിപ്പിൾ ജമ്പ് താരമാണ്. 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് അബ്ദുള്ള അബൂബക്കറിനാണ്. ട്രിപ്പിൾ ജമ്പ് താരമാണ് ഇദ്ദേഹം. 2023 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് എം ശ്രീശങ്കറിനാണ്. ഇദ്ദേഹം ഒരു ലോങ് ജമ്പ് താരമാണ്. 2023 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് എം ശ്രീശങ്കറിനാണ്. ഇദ്ദേഹം ഒരു ലോങ് ജമ്പ് താരമാണ്. 2022 34ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് HS പ്രണോയ്ക്കാണ്. ഇദ്ദേഹം ഒരു ബാഡ്മിന്റൺ താരമാണ്. 2022 34ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് HS പ്രണോയ്ക്കാണ്. ഇദ്ദേഹം ഒരു ബാഡ്മിന്റൺ താരമാണ്. 2021 33ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് അപർണ ബാലനാണ്. ഇവരൊരു ബാഡ്മിന്റൺ താരമാണ്. 2021 33ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് അപർണ ബാലനാണ്. ഇവരൊരു ബാഡ്മിന്റൺ താരമാണ്. ഗുർ, ഗണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി, പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വാക്കുകളാണ് കേട്ടോ. ഗുർ, ഗണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാ? പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോ നമുക്ക് ഇന്ത്യൻ പഞ്ചസാര വ്യവസായത്തെ കുറിച്ചൊന്ന് ഇന്ത്യയിലെ പഞ്ചസാര വ്യവസായം. പഞ്ചസാരയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. പഠിച്ചോളനെ, പലരും ക്യൂബയിലോട്ടൊക്കെ പോവും. ക്യൂബയൊന്നും അല്ല, പഞ്ചസാരയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാ? അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ പ്രാഥമിക ഉറവിടം കരിമ്പുകളിൽ നിന്നാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ പ്രാഥമിക ഉറവിടം ഏതാ? കരിമ്പുകളിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, അങ്ങനെ എന്താ പഞ്ചസാര വേറെ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടോ? കെമിക്കലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയല്ലേ നമ്മൾ സാക്കറിൻ എന്നൊക്കെ പറയുന്നത്? പഞ്ചസാരയെ കെമിക്കലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ സാക്കറിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ ഭൂരിഭാഗവും എവിടെ നിന്നാ? കരിമ്പിൽ നിന്നാണ്. ലോകത്തിലെ രണ്ടാമത് ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്നറിയപ്പെടുന്നത് പഞ്ചസാര വ്യവസായം. ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്നറിയപ്പെടുന്നത് ഏതാ? പഞ്ചസാര വ്യവസായമാണ്. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഏതാ? അത് നമ്മുടെ പരുത്തി വ്യവസായമാണ് കേട്ടോ. അതായത് ഗാർമെന്റ്സ് എക്സ്പോർട്ട് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം. കാര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പരുത്തിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കോട്ടൺ വസ്ത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ലോകത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്നറിയപ്പെടുന്നത് ഏതാ? പഞ്ചസാര വ്യവസായമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്നറിയപ്പെടുന്നത് ഏതാ? അത് പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര ഫാക്ടറി സ്ഥാപിതമായത് ബേട്ടിയ, ബീഹാർ. വർഷം 1840. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര ഫാക്ടറി സ്ഥാപിതമായത് ബേട്ടിയ, ബീഹാർ. വർഷം 1840. ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചസാര ഉൽപാദക രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചസാര ഉൽപാദക രാജ്യം എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പഞ്ചസാരയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ പ്രാഥമിക ഉറവിടം കരിമ്പുകളിൽ നിന്നും. ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്നറിയപ്പെടുന്നത് പഞ്ചസാര വ്യവസായമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്നറിയപ്പെടുന്നത് പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര ഫാക്ടറി സ്ഥാപിതമായത് ബേട്ടിയ, ബീഹാറിലാണ്. വർഷം 1840. ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചസാര ഉൽപാദക രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ലോകത്ത് രണ്ടാമത് ഏറ്റവും കൂടുതൽ പഞ്ചസാര കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. പഠിച്ചോളനെ, ലോകത്ത് രണ്ടാമത് ഏറ്റവും കൂടുതൽ പഞ്ചസാര കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. പുരാതന കാലങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാരകളായിരുന്നു ഖൂർ, അതുപോലെ തന്നെ ഗണ്ടസാരിയും. ഇതാണ് PSC എടുത്ത് ചോദിച്ചത്. പുരാതന കാലങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാരകളായിരുന്നു ഖൂറും അതുപോലെ തന്നെ ഗണ്ടസാരിയും. ഇത് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് കേട്ടോ ഈ പേരുകൾ വന്നത്. അതുപോലെ ഇതോരോ പ്രദേശങ്ങളുടെ പേരുമാണ്. ഈ ഖൂർ എന്ന് പറയുന്നതും ഗണ്ടസാരി എന്ന് പറയുന്നതും പ്രധാനമായിട്ടും നമ്മുടെ ഉത്തർപ്രദേശിലാണ് കേട്ടോ ഈ ഖുറും ഗണ്ടസാരിയും ഉൽപ്പാദിപ്പിച്ചത്. ഇപ്പൊ അതിനെ തിരിച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യത. അപ്പോൾ പുരാതന കാലങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാരയായിരുന്നു ഖൂറും അതുപോലെ തന്നെ ഗണ്ടസാരിയും. ഇത് എവിടെയാ? UP യിലാണ് കേട്ടോ, ഉത്തർപ്രദേശിലായിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചസാര വ്യവസായം ആരംഭിച്ച വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചസാര വ്യവസായം ആരംഭിച്ച വിദേശ ശക്തി ഏതാ? ഡച്ചുകാരായിരുന്നു. 1903 ബ്രിട്ടീഷുകാർ പഞ്ചസാര ഫാക്ടറികൾ ആരംഭിച്ച പ്രദേശമാണ് പുർസ, പ്രതാപൂർ, ബാരാചാക്കിയ, മർഗൌറ, അതുപോലെ റോസ്. പഠിച്ചു വെച്ചോളനെ, മെയിൻ എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. 1903 ബ്രിട്ടീഷുകാർ പഞ്ചസാര ഫാക്ടറികൾ ആരംഭിച്ച പ്രദേശം ചോദിച്ചാൽ പുർസ, പ്രതാപൂർ,
ബാരാചാക്കിയ, മർഹൌറ, റോസ് എന്നിവയാണ് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ സംസ്ഥാനവും അതുപോലെ കരിമ്പ് ഉൽപാദനവുമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളും കരിമ്പ് ഉൽപാദനവും. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നും അറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ആരാ? അത് ഉത്തർപ്രദേശ് ആണ്. കിഴക്കൻ ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂർ, ഡിയോറിയ, ബസ്തി, ഗോണ്ട എന്നീ പ്രദേശങ്ങളിലും മീററ്റ്, സഹൻപൂർ, മുസാഫർ നഗർ, ബിജ്നോർ, മൊറാദാബാദ് എന്നിവ ഉൾപ്പെടുന്ന ഗംഗാ സമതലങ്ങളിലുമാണ് പ്രധാനമായിട്ടും കരിമ്പ് കൃഷി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ഭാഗമായിട്ടുള്ള ഖൊരഗ്പൂർ, ഡിയോറിയ, ബസ്തി, ഖോണ്ട എന്നീ പ്രദേശങ്ങളിലും മീററ്റ്, ഹസാറൻപൂർ, മുസാഫറ നഗർ, ബിജ്നോർ, മൊറാദാബാദ് എന്നിവ ഉൾപ്പെടുന്ന ഗംഗാ സമതലങ്ങളിലുമാണ് പ്രധാനമായിട്ടും ഉത്തർപ്രദേശിൽ എന്ത് കൃഷി ചെയ്യുന്നത്? കരിമ്പ് കൃഷി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ കരിമ്പ് കൃഷി വർദ്ധിക്കുവാനുള്ള കാരണം ഗംഗാ നദിയിൽ നിന്ന് ലഭിക്കുന്ന സുലഭമായ ജലത്തിന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ഒരുപാട് അവിടെ എക്കൽ നിക്ഷേപവും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത് പഠിച്ചു വെക്കണേ. കരിമ്പ് കൃഷി വർദ്ധിക്കുവാനുള്ള കാരണം ചോദിച്ചാൽ ഗംഗാ നദിയിൽ നിന്ന് ലഭിക്കുന്ന സുലഭമായ ജലത്തിന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യവുമാണ് പഠിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മഹാരാഷ്ട്ര. ആരാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ രണ്ടാമത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള നദീതടങ്ങളിലാണ് പഞ്ചസാര മില്ലുകൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്ര പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള നദീതടങ്ങളിലാണ് കൂടുതലായിട്ട് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം കേട്ടോ. അഹമ്മദ് നഗർ ആണ് ഏറ്റവും വലിയ കേന്ദ്രം. നമ്മുടെ മഹാരാഷ്ട്രയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് അഥവാ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദ് നഗറാണ്. കോലാപൂർ, സോലാപൂർ, സത്താറ, പൂനെ, നാസിക് ജില്ലകളാണ് മറ്റു പ്രധാന കേന്ദ്രങ്ങൾ. അപ്പോൾ മഹാരാഷ്ട്രയിലെ കൂടുതലായിട്ട് കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതാ? അല്ലെങ്കിൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതാ? കോലാപൂർ, സോലാപൂർ, സത്താറ, പൂനെ, നാസിക് ജില്ലകളിലാണ്. മൂന്നാമതായി കർണാടക. ഇന്ത്യയിൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ മൂന്നാമത്തെ വലിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. ഇനി മറ്റൊരു ചോദ്യ രീതിയിലും ഇത് വരാം. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ്. കൺഫ്യൂഷൻ ആവല്ലേ. ഇന്ത്യയിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ്. ഇനി ക്വസ്റ്റ്യൻ മാറി PSC ചോദിക്കാം. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? കർണാടക തന്നെയാണ്. കരിമ്പിന് അനുയോജ്യമായ കാലാവസ്ഥയും ജലലഭ്യതയും തെക്കൻ സംസ്ഥാനമായ കർണാടകത്തിൽ കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിച്ചു. കരിമ്പിന് അനുയോജ്യമായ കാലാവസ്ഥയും ജലലഭ്യതയും തെക്കൻ സംസ്ഥാനമായ കർണാടകത്തിലെ കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിച്ചു. കാവേരി നദിയിൽ നിന്നുള്ള ജലമാണ് കർണാടകത്തിൽ കൂടുതലായി കരിമ്പ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചോദിക്കാം. കാവേരി നദിയിൽ നിന്നുള്ള ജലമാണ് കർണാടകത്തിൽ കൂടുതലായിട്ട് കരിമ്പ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ബെൽഗാം, മാണ്ഡ്യ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര മില്ലുകൾ ഉള്ളത്. കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ബെൽഗാം, മാണ്ഡ്യ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര മില്ലുകൾ ഉള്ളത്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കും. നാലാമതായിട്ട് നമുക്ക് നോക്കുവാനുള്ളതാണ് തമിഴ്നാട്. ആരാണ്? തമിഴ്നാട്. ഒരു ഹെക്ടർ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിച്ച് റെക്കോർഡ് നേടിയ സംസ്ഥാനം തമിഴ്നാട്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളനെ. റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കും. ഒരു ഹെക്ടർ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിച്ച് റെക്കോർഡ് നേടിയ സംസ്ഥാനം ഏത് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനവും ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തില് തെക്കേ ഇന്ത്യയില് കരിമ്പ് ഉൽപാദനത്തില് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. കൺഫ്യൂഷൻ വേണ്ട. ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനവും തെക്കേ ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ 2ാമത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. കോയമ്പത്തൂർ, തിരുപ്പൂർ, കരൂർ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മുടെ തമിഴ്നാട്ടിലെ കരിമ്പ് കൃഷി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടും കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? കോയമ്പത്തൂർ, തിരുപ്പൂർ, കരൂർ,
തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലാണ് പഠിക്കുക. 19ാമത്തെ ചോദ്യം, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതെന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശാണ്. 2025 25ാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഏതാണ്? ഉത്തരം തിരുവള്ളുവർ പ്രതിമ. 2025 25ാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഏതെന്ന് ചോദിച്ചാല് തിരുവള്ളുവർ പ്രതിമയാണ്. തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അപ്പോഴേതാ? തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. തിരുവള്ളുവർ പ്രതിമയുടെ ഉയരം 41 മീറ്റർ ആണ്, അല്ലെങ്കിൽ 133 അടിയാണ്. പ്രീവിയസ് ആയി പണ്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. തിരുവള്ളുവർ പ്രതിമയുടെ ഉയരം എത്രയാണ്? 41 മീറ്റർ അല്ലെങ്കിൽ 133 അടിയാണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ 25ാമത്തെ പ്രതിമ എന്ന് ചോദിച്ചാൽ അത് തിരുവള്ളുവർ പ്രതിമയാണ്. മൊത്തം 25ന്റെ കളിയാണ് അല്ലെ. നിലവിലെ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ 25ാമത്തെ പ്രതിമ എന്ന് ചോദിച്ചാൽ അത് തിരുവള്ളുവർ പ്രതിമയാണ്. 25ാം വാർഷികം പ്രമാണിച്ച് തിരുവള്ളുവർ പ്രതിമയ്ക്ക് സർക്കാർ നൽകിയ പുതിയ പേരാണ് ജ്ഞാനത്തിന്റെ പ്രതിമ. ജ്ഞാനത്തിന്റെ പ്രതിമ മറന്നുപോവല്ലേ. 25ാം വാർഷികം പ്രമാണിച്ച് തിരുവള്ളുവർ പ്രതിമയ്ക്ക് അവിടുത്തെ തമിഴ്നാട് സർക്കാർ നൽകിയ പുതിയ നാമം എന്താണ്? ജ്ഞാനത്തിന്റെ പ്രതിമ എന്നാണ്. കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് കന്യാകുമാരി, തമിഴ്നാട്. കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് എവിടെയാണ്? കന്യാകുമാരി ജില്ല, തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. 133 അടി ഉയരമുള്ള തിരുവള്ളുവർ പ്രതിമയെയും വിവേകാനന്ദ പാറയെയും ബന്ധിപ്പിക്കുന്നതാണ് ഗ്ലാസ് പാലം. 133 അടി ഉയരമുള്ള തിരുവള്ളുവർ പ്രതിമയെയും വിവേകാനന്ദ പാറയെയും ബന്ധിപ്പിക്കുന്നതാണ് ഗ്ലാസ് പാലം. തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗ്ലാസ് പാലം നിർമ്മിച്ചത്. അതായത് 25ാം വാർഷികം കേട്ടോ. തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗ്ലാസ് പാലം നിർമ്മിച്ചത്. കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാസ് പാലത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 77 മീറ്റർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോളണേ. നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ സ്ഥാപിതമായ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നീളം എത്രയെന്ന് ചോദിച്ചാൽ അത് 77 മീറ്റർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് എന്ന് ചോദിച്ചാൽ അത് ദേവി അഹല്യാഭായി ഹോൽക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം, ഇൻഡോർ. ശ്രദ്ധിച്ചോളണേ, ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റേജ് എയർപോർട്ട് ഏതെന്ന് ചോദിച്ചാൽ ദേവി അഹല്യാഭായി ഹോൽക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം, ഇൻഡോർ ആണ്. വിമാനത്താവളത്തിലും വിമാനങ്ങളിലും നിന്നുള്ള മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനും പുനരുപയോഗം ചെയ്യുന്നതിനും വേണ്ടിയുള്ള മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. വിമാനത്താവളം, അതായത് ദേവി അഹല്യാഭായി ഹോൽക്കർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുള്ള വേസ്റ്റും അതുപോലെ വിമാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന മാലിന്യങ്ങൾ എന്നിവ വേർതിരിച്ച് പുനരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. ദേവി അഹല്യാഭായ് ഹോൽക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. കാരണം എന്താ? ഇൻഡോർ മധ്യപ്രദേശിലാണ്. അതുകൊണ്ട് തന്നെ ദേവി അഹല്യാഭായ് ഹോൽക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. മൂന്നാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ഏതാണെന്നാണ്? ഉത്തരം ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അഥവാ HMPV ആണ്. ഓർത്തോളം എന്താണ്? HMPV ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ഏതാ? ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ആണ്. ഇതിന്റെ ഷോർട്ട് ഫോം എന്താണ്? HMPV എന്നാണ്. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ബാംഗ്ലൂർ, കർണാടക. ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കർണാടകയാണ്. കർണാടകത്തിലെ ബാംഗ്ലൂരിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് നെതർലൻഡ്സ് ആണ്. 2001 റിപ്പോർട്ട് ചെയ്തത്. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാ? നെതർലൻഡ്സ് ആണ്. വർഷം 2001. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ശ്വാസകോശം എന്ന് പറയുന്ന അവയവത്തെയാണ്. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ശ്വാസകോശത്തെയാണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോസ് വൈറസ് ന്യൂമോ വിറിഡേ കുടുംബത്തിൽ പെടുന്നതാണ്. അതായത് നമ്മുടെ കോവിഡ് ഒക്കെ വരുന്നില്ലേ, അതേ സെയിം കുടുംബമായിട്ടുള്ള ന്യൂമോ വിറിഡേ കുടുംബത്തിൽ പെടുന്നതാണ് ആര്? ഈ ഹ്യൂമൻ മെറ്റാ ന്യൂമോസ് വൈറസ്.
ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഹ്യൂമൻ മെറ്റാ ന്യൂമോസ് വൈറസ് വന്നു കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചുമയുണ്ടാകും, പനിയുണ്ടാകും, തൊണ്ടവേദന ഉണ്ടാകും, മൂക്കൊലിപ്പുണ്ടാകും, അതുപോലെ ശ്വാസ തടസ്സവും ഉണ്ടാകും. അപ്പോൾ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നത്? ചുമ, പനി, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ശ്വാസ തടസ്സം എന്നിവ ഉണ്ടാകും. ഇത് ഷുവർ ഷോട്ട് ആയിട്ട് ചോദിക്കും, ഉറപ്പാണ്. ചന്തുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ചന്തുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ആസാമാണ്. ആസാമിലെ ചന്തുബി തടാകത്തിന് സമീപത്തായി എല്ലാ വർഷവും പുതുവർഷത്തിന്റെ ആദ്യ ദിവസം മുതൽ 5 ദിവസത്തേക്ക് സംഘടിപ്പിക്കുന്ന ഉത്സവമാണ് ചതുംബി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോ ആസാമിലെ ചതുംബി തടാകത്തിന് സമീപത്തായി എല്ലാ വർഷവും പുതുവർഷത്തിന്റെ ആദ്യ ദിവസം മുതൽ 5 ദിവസത്തേക്ക് സംഘടിപ്പിക്കുന്ന ഉത്സവമാണ് ചതുംബി ഫെസ്റ്റിവൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചതുംബി തടാകത്തിന്റെ സംരക്ഷണാർത്ഥമാണ് ചതുംബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ചതുംബി തടാകത്തിന്റെ സംരക്ഷണാർത്ഥമാണ് ചതുംബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. 1897 ഭൂകമ്പ ഫലമായി ആസാമിൽ രൂപപ്പെട്ട തടാകമാണ് ചതുംബി തടാകം. അപ്പോ ചതുംബി തടാകം രൂപപ്പെടാൻ കാരണം എന്ന് ചോദിച്ചാല് 1897 ഉണ്ടായ ആസാമിലെ ഭൂകമ്പത്തിനാലാണ്. ചതുംബി എന്ന പേര് 2 വാക്കുകളിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞത്. ഖാസി ഭാഷയിൽ ചന്ത് എന്നാൽ 5 എന്നും ദുബി എന്നാൽ മുങ്ങുക എന്നതുമാണ് അർത്ഥം. അപ്പോൾ ചതുംബി എന്ന വാക്ക് 2 പ്രധാനപ്പെട്ട വാക്കുകളിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞത്. ഖാസി ഭാഷയിൽ ചന്ത് എന്നാൽ 5 എന്നും ദുബി എന്നാൽ മുങ്ങുക എന്നാണ് അർത്ഥം. ആസാമിലെ പ്രശസ്തമായ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ് ചതുംബി തടാകം എന്ന് പറയുന്നത്. ആസാമിലെ പ്രശസ്തമായ ശുദ്ധജല തടാകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? ചതുംബി തടാകം എന്ന് പറയുന്നത്. അതുകൂടെ സുഹൃത്തുക്കളെന്ന് ഓർക്കുക. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗമാണ് ജരാവ. ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗം എന്ന് ചോദിച്ചാൽ അത് ജരാവയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ജരാവ ഗോത്രത്തിൽ നിന്നുള്ള 19 അംഗങ്ങളെയാണ് ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ജരാവ ഗോത്രത്തിൽ നിന്നുള്ള 19 അംഗങ്ങളെയാണ് ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡമാൻ ദ്വീപുകളിൽ താമസിക്കുന്ന ഒരു തദ്ദേശീയ ഗോത്രമാണ് ജരാവകൾ എന്നറിയപ്പെടുന്നത്. ആൻഡമാൻ ദ്വീപുകളിൽ താമസിക്കുന്ന ഒരു തദ്ദേശീയ ഗോത്രവർഗമാണ് ജരാവകൾ എന്ന് അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വിജയകരമായ മനുഷ്യ കുടിയേറ്റത്തിന്റെ ഭാഗമായി കരുതപ്പെടുന്ന ഇന്ത്യൻ ഗോത്രവർഗം എന്ന് ചോദിച്ചാൽ അത് ജരാവകളാണ്. ഓർത്തോളനെ, ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വിജയകരമായ മനുഷ്യ കുടിയേറ്റത്തിന്റെ ഭാഗമായി കരുതപ്പെടുന്ന ഇന്ത്യൻ ഗോത്രവർഗം എന്ന് ചോദിച്ചാൽ അത് ജരാവകളാണ്. അവരുടെ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. ആഫ്രിക്കൻകാരുമായിട്ടാണ് കൂടുതലായിട്ട് അവർക്ക് സാമ്യമുള്ളത് കേട്ടോ. ജരാവകളുടെ ജനസംഖ്യ വൻതോതിൽ കുറയുവാൻ കാരണം 1789 ബ്രിട്ടീഷുകാർ ആൻഡമാൻ ദ്വീപുകളിൽ കോളനികൾ സ്ഥാപിച്ചത്. അപ്പോ ജരാവകളുടെ ജനസംഖ്യ വൻതോതിൽ കുറയുവാൻ കാരണമായത് എന്താണ്? 1789 ബ്രിട്ടീഷുകാർ ആൻഡമാൻ ദ്വീപുകളിൽ കോളനികൾ സ്ഥാപിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജരാവകൾ അവരെന്ത് ചെയ്തു? വൻതോതിൽ കൊല്ലുകയും ചെയ്തിരുന്നു കേട്ടോ. ഇതുകൊണ്ടൊന്ന് ഇത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.